വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ വീക്കെൻഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ വന്ന 2 പ്രൊമോസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് 2-3 ദിവസം മുമ്പാണ്. മറ്റൊരു പ്രൊമോ വന്നിരിക്കുന്നത് എല്ലാ ആഴ്ചയുടെ അവസാനം തുടർച്ചയായിട്ട് സാറ്റർഡേസിൽ വരുന്ന ആ ഒരു പ്രൊമോ ഉണ്ടല്ലോ, ആ ഒരു പ്രൊമോയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡിൽ നിന്ന് അശ്വിൻ ശ്രുതിയും തിരിച്ച് സായിറാം വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വെച്ചാണ്. ആ സമയത്ത് വഴിക്ക് വെച്ച് അശ്വിൻ നോക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. ഇത് കാണുന്ന അശ്വിനാണെങ്കിൽ ഒട്ടും പിടിക്കില്ല. അങ്ങനെ അശ്വിൻ ദേഷ്യം വരും. കാരണം ശ്രുതി അറിഞ്ഞല്ലോ അശ്വിൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന കാര്യം. എന്നിട്ട് പോലും ശ്രുതിക്ക് ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ അശ്വിൻ അങ്ങനെ ഭയങ്കര ദേഷ്യം വരും. ആ സമയത്ത് ശ്രുതിയുടെ ഫാമിലിയുടെ ഒരു ഫോട്ടോ ഫ്രെയിം കാണും. അത് കാണുന്ന അശ്വിനാണെങ്കിൽ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ ഫ്രെയിം മേടിച്ച് റോട്ടിലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെല്ലുന്ന സമയത്ത് അശ്വിനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അശ്വിൻ ശ്രുതിയും തമ്മിൽ ആ റോട്ടിൽ വെച്ച് ഭയങ്കര ഒരു വാക്കുതർക്കമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്കുതർക്കത്തിൻ്റെ ബാക്കി ഭാഗമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതായത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് തൊട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അശ്വിൻ ദേഷ്യത്തിൽ ശ്രുതിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ശ്യാം ഒരു വൃത്തികെട്ടവനായിട്ടും എന്തിനാണ് നീ ശ്യാമിൻ്റെ ഒപ്പം നിന്നിട്ട് അവനെ സംരക്ഷിക്കുന്നത്? നിനക്ക് എൻ്റെ ചേച്ചിയെടുത്ത് എല്ലാം പറയായിരുന്നു, എന്നിട്ട് നീ പറഞ്ഞോ ഇല്ല? എൻ്റെ ചേച്ചിയോട് നിനക്ക് ഇത്തിരിയെങ്കിലും സ്നേഹമോ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നീ പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അശ്വിൻ കുറ്റപ്പെടുത്തുവാണ്. ആ സമയത്ത് ശ്രുതി തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിൻ്റെ കാരണം നിങ്ങൾ എന്തെങ്കിലും അഞ്ജലി ചേച്ചിയുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ അഞ്ജലി ചേച്ചിക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊന്നും പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ഒന്നും പറയാത്തതിൻ്റെ കാരണം അഞ്ജലി ചേച്ചിക്ക് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചു തന്നെയാണ്. പിന്നീട് അശ്വിൻ ശ്രുതി സായിറാം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഹാളിൽ ഇങ്ങനെ കാണും. ആ സമയത്ത് മനോരമ അശ്വിനോടായിട്ട് പറയുന്നുണ്ട്, അശ്വിൻ വല്ലാണ്ടങ്ങ് ബ്ലാക്കായി. എന്താ അശ്വിന് ഫുഡൊന്നും അവിടെ കിട്ടിയില്ലേ? അതോ കിട്ടിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേക്കുന്ന അശ്വിനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ ശ്യാം അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ശ്യാമാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മണവാളനും മണവാട്ടിയും വന്നോ? സത്യം പറയാലോ, ശ്രുതി ഇല്ലാതെ ഒരു രസവും ഇല്ലായിരുന്നു ഇവിടെ. ആ സമയത്ത് അശ്വിനാണെങ്കിൽ ഇങ്ങനെ ശ്യാമിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ അശ്വിൻ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് ശ്യാമിനെ. ഇതെന്ന് ശ്യാമിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശ്യാമാണെങ്കിൽ ഉടനെ വിഷയം മാറ്റുന്നുണ്ട്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ 2 പേര് ഈ വീട്ടിൽ ഇല്ലാഞ്ഞിട്ട് ഒരു രസവും ഇല്ലായിരുന്നു എന്നാണെന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന അശ്വിനാണെങ്കിൽ അങ്ങോട്ട് എണീച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പ്രശ്നമുണ്ടെന്ന്. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, അവയുടെ മുഖം കണ്ടാലേ അറിയാമല്ലോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അഞ്ജലിക്ക് വലിയ പന്തി തോന്നിയില്ല അവരെ 2 പേരും കണ്ടിട്ട്. അങ്ങനെ അഞ്ജലി ആണെങ്കിൽ ശ്രുതിയുടെ പുറകെ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ അവിടെ എൻജോയ് ചെയ്തോന്ന്? ആ സമയത്താണെങ്കിൽ ശ്രുതി അഞ്ജലിക്ക് തൃപ്തികരമായ രീതിയിൽ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അശ്വിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അങ്ങ് പൊട്ടിപ്പോവാണ്. ആ സമയത്ത് ശ്രുതി ആണെങ്കിൽ ബട്ടൺസ് തുന്നി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ട്രാക്കായിട്ട് ഇട്ടിരിക്കുന്നത് പ്രണയമേ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഇത്രയാണ് സ്ഥിര സാറ്റർഡേസിലിടുന്ന ആ ഒരു പ്രൊമോയിലുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന 5-6 ദിവസം മുമ്പ് ഒരു പ്രൊമോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രൊമോയെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു പ്രൊമോയിൽ ചെമ്പനീർ പൂ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട് ഏഷ്യാനെറ്റിൽ. അതൊരു അടിപൊളി സീരിയലാണ് സത്യം പറഞ്ഞാൽ, എനിക്കിഷ്ടമാണ് ആ സീരിയൽ. ആ സീരിയലിൻ്റെ ലീഡ് റോളിൻ്റെ പേര് സച്ചി എന്നാണ്. അപ്പോൾ ഈ സച്ചി അശ്വിൻ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയാണ് ആ പ്രൊമോയിൽ വന്നിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ആ പ്രൊമോ കണ്ടിട്ട് ഇനി മുതൽ, അതായത് അടുത്ത വീക്കിൻ്റെ പകുതി മുതൽ കഥ മാറുന്നുണ്ടെന്ന്. അതായത് ഇത്രയും നാൾ ഹിന്ദി സീരിയലിൻ്റെ പെർഫെക്റ്റ് ഫോളോ അപ്പ് ആയിരുന്നു മലയാള സീരിയൽ. പിന്നെ കുറച്ച് വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ചില സീൻസ് കട്ട് ചെയ്യുകയും ചില സീൻസ് എക്സ്ട്രാ ഇവർ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് സ്റ്റോറി ലൈനിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ, അതായത് എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന ആഴ്ചയുടെ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാലാവുമ്പോഴത്തേക്ക് പുതിയൊരു സ്റ്റോറി ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഹിന്ദി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചയുടെ പകുതിക്ക് വെച്ച് അശ്വിൻ ലണ്ടനിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു സീരിയലിൻ്റെ TRP റേറ്റിംഗ് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഹിന്ദിയിൽ അശ്വിൻ ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 എപ്പിസോഡുകളിൽ അശ്വിനെ കാണിക്കില്ല. പിന്നെ ശ്രുതി കണ്ടുപിടിച്ചതിന് ശേഷം അശ്വിനെ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിന്ദിയിലെ പോലെ സ്റ്റോറി ലൈൻ പോവുകയാണെങ്കിൽ അശ്വിൻ ലണ്ടനിലേക്ക് പോകുന്ന ആ ഒരു എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സീരിയലിന് മിക്കവാറും TRP റേറ്റിംഗ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സീരിയൽ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് TRP റേറ്റിംഗ് ഈ സീരിയലിന് കുറവാണ്. കഥ നല്ലതാണെങ്കിൽ TRP റേറ്റിംഗ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇനിയിപ്പോൾ ഈ ഒരു സെയിം സീൻസ് തന്നെ വരുവാണെങ്കിൽ മിക്കവാറും TRP റേറ്റിംഗ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് തന്നെ മനസ്സിലായെന്ന്. അതുകൊണ്ടായിരിക്കണം കഥ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് മറ്റൊരു കഥാപാത്രമായിട്ട് സച്ചി വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ സച്ചി വന്നാൽ അടിപൊളിയായിരിക്കും. കാരണം രണ്ടുപേരും മൂക്കിൻ്റെ അറ്റത്താണ് ശുണ്ഠി. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കാണണമെന്നേ ഞാൻ പറയൂ. പിന്നെ ഈ ഒരു പ്രൊമോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സച്ചി. അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സച്ചി വരുന്ന എപ്പോഴാണെന്ന് എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് സച്ചി വരുന്നത് അശ്വിൻ ഇങ്ങനെ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് റോട്ടിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക സച്ചിയുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുന്നതായിരിക്കാം റോട്ടിൽ. ആ സമയത്ത് അശ്വിനാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ കാർ എടുത്ത് മാറ്റണമെന്ന്. ആ സമയത്താണെങ്കിൽ സച്ചിയുടെ സ്ഥിരം സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അശ്വിനെ കളിയാക്കുന്നുണ്ട്. മാറി നിൽക്കടാ ഉയെന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ ഭാഷ വണ്ടിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാനേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേക്കുന്ന അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് ആ പ്രൊമോയിൽ തന്നെ ഇങ്ങനെ അശ്വിൻ്റെ എന്തോ ഒരു എനിക്കൊന്ന് വല്ല ഫാഷൻ ഷോയോ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പരിപാടി. ആ സമയത്ത് അശ്വിൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ സച്ചി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ NK ഈ പരിപാടിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും ഇനിയിപ്പോൾ JKയിൽ വരുന്നത്. കാരണം സച്ചി ഉണ്ടെങ്കിൽ TRP റേറ്റിംഗ് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ സച്ചി വന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ചെമ്പനീർ പൂവ് തന്നെ കണ്ടവർക്ക് അറിയായിരിക്കും. നല്ല അടിപൊളിയാണ് സച്ചി വന്നു കഴിഞ്ഞാൽ. പിന്നീട് സച്ചി അശ്വിൻ തമ്മിൽ എന്തോ വാക്കുകാർക്കൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ലണ്ടനിലേക്ക് അശ്വിൻ പോകുന്ന വഴിക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ലണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ സച്ചിയായിട്ടൊരു തർക്കം ഉണ്ടായതിന് ശേഷം പിന്നീട് അശ്വിൻ തിരിച്ച് വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കും പിന്നീട് അവർ തുടർന്ന് കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഇനി ഹിന്ദിയുടെ തുടർച്ചയല്ലായിരിക്കും മലയാളം എന്നുള്ളത് ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു പ്രൊമോ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാം, തിങ്കളാഴ്ച തൊട്ടുള്ള എപ്പിസോഡുകളുടെ റിവ്യൂസ് കേൾക്കണം എന്നുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. ഞാൻ മുമ്പ് തന്നെ 4-5 വീഡിയോസ് റിവ്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.